ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ മറക്കാതെ എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കണം. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മെയിൻലി ഒരു അവയർനെസ് ആണ്. നമ്മളെല്ലാ ആൾക്കാരും ഈ എ പറ്റി അറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ എ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. എ എത്രത്തോളം ഡേഞ്ചറസ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 2 വർഷം മുന്നേ എൻ്റെ ഒരു AI ജനറേറ്റഡ് വീഡിയോ ടെലഗ്രാമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആരുമായിട്ട് സെക്ഷലി എൻഗേജ്ഡ് ആവുന്നൊരു അന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുകയും ഞാൻ അവരോട് പറയുകയുണ്ടായിരുന്നു അത് AI ആണ്, ഫേക്ക് ആണ്, ഞാനല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ബ്രദേഴ്സിനൊക്കെ അറിയായിരുന്നു. പക്ഷെ അന്ന് നിങ്ങളിപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചെന്നുള്ളത്. ശരിക്കും ഒരു 15 ഇയേഴ്സ്, വെറും 15 വയസ്സ് മാത്രമുള്ളൊരു പെൺകുട്ടിയുടെ മാക്സിമം ഒരു 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിൻ്റെ വീഡിയോ അതാണ് ലീക്കായിരിക്കുന്നത്. സോ പുള്ളിക്കാരി പറയുന്നുണ്ട് 2 വർഷം മുമ്പാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ലീക്കായി, അത് പുള്ളിക്കാരി വേറൊരാളായിട്ട് സെക്ഷലി ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ അത് ഒരുപാട് പേര് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അത് ആണെന്ന്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം, ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞു കേട്ടതാണ്. ആ വീഡിയോ കാണുമ്പം അത് ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല അതൊരു വഴി ചെയ്തതാണെന്ന്. അത്രത്തോളം ഒറിജിനാലിറ്റി ആയിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ ആലോചിച്ച് നോക്ക്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഈ എന്ന് പറയുന്നത് എത്രത്തോളം ഡേഞ്ചർ, അല്ലെങ്കിൽ അത് എത്രത്തോളം നെഗറ്റീവ് സൈഡുള്ള ഒരു കാര്യമാണെന്ന്. കാരണം ഈ ഒരു റീസൺ കാരണം ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആകെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇത് പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ പുറത്ത് ഇത് ഇങ്ങനത്തെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വീഡിയോ വഴി അവർ അത് പ്രചരിക്കുന്നത്. ബാക്കി ഇത് അഫക്റ്റ് ചെയ്ത മിക്ക ആൾക്കാരും അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി പ്രശ്നം കാരണം അവർ പുറത്തു പോലും പറയാറില്ല. സോ ഒരുപാട് പേര് ഇത് സഫർ ചെയ്യുന്നുണ്ട്. സംഭവിച്ച കാര്യം, ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എവിടെ നിന്നോ കിട്ടിയൊരു ഫോട്ടോ വഴി അത് വേറൊരു ആളുടെ ഫേസ് വെച്ച് മാച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ ക്രിയേറ്റ് ചെയ്ത ടീംസ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തവന്മാർ എത്രത്തോളം തരം താഴ്ന്ന ടീംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം അവർ ഒരിക്കലും ചെയ്യത്തില്ല. സോ ഇത് നാളെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് അത്രത്തോളം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഞാനിങ്ങനെ പറയുമ്പം എല്ലാ ആൾക്കാരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം നമ്മൾ ഇതെന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ എല്ലാ ആൾക്കാരുടെ ഫോട്ടോ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും, ഫേസ്ബുക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഈവൻ വാട്സപ്പ് ആണെങ്കിൽ പോലും, നമ്മൾ ഏതാണെങ്കിലും നമ്മളുടെ പിക്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഇപ്പം നമ്മളുടെ പിക്ചേഴ്സ് ഒരുപാട് പേര് കാണുന്നുണ്ടല്ലേ. അപ്പം കാണുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്